ട്രേഡ് മാക്സ് അക്കാദമിയുടെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഞാൻ പേഴ്സണലി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് നമുക്കുള്ള ഫോളോവേഴ്സ് കൗണ്ട് എന്നുള്ളത് ഒരു 10K 5K ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രമാത്രം ഒരു ഫോളോവേഴ്സ് കൗണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ തന്നെ പല അക്കാദമീസും കാണുന്നുണ്ട്, ട്രേഡിംഗ് പഠിപ്പിക്കുന്നതാണെങ്കിലും മറ്റുള്ളതാണ് എന്നുണ്ടെങ്കിലും അവർക്കൊക്കെ മിനിമം ഒരു 1 lakh ഫോളോവേഴ്സ്, നല്ല രീതിയിൽ ആഡ് റൺ ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ ട്രേഡ് മാക്സ് അക്കാദമിയുടെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള വീഡിയോസ് എല്ലാം തന്നെ ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്ന ഒരുപാട് അക്കാദമീസ് നമുക്ക് തന്നെ പേഴ്സണലി പരിചയമുണ്ട്. അപ്പോൾ എന്നിട്ടും എങ്ങനെയാണ് ട്രേഡ് മാക്സ് അക്കാദമി 2023 ഈ ഒരു അവാർഡ് വിന്നിങ് ആയത് എന്നുള്ളത് ശരിക്കും എനിക്ക് അത്രയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി. എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ തന്നെ അത്രമാത്രം ഇരുന്ന് ചിന്തിച്ച ഒരു കാര്യമായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള ഗുഡ്നെസ് എന്താണ്? അതിൻ്റെ പിന്നിലുള്ള ഗുഡ്നെസ് എന്ന് പറയുമ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരിനല്ല പറയുന്നത്, നിങ്ങൾ ഫാമിലി ആണെന്ന് നമ്മൾ പേരിനല്ല പറയുന്നത്. നമ്മളിവിടെ പഠിച്ചിട്ടുള്ള ആരോട് വേണം ചോദിച്ചോളുക, ഡയറക്റ്റായിട്ടോ ഇല്ലെങ്കിൽ ഞാൻ അറിയാതെ തന്നെ ചോദിച്ചു നോക്കുക എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ അവരെപ്പം എപ്പോഴും അവർ ജോയിൻ ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് അവരുടെ കോഴ്സ് പഠിപ്പിച്ച് കഴിഞ്ഞാലും നമ്മൾ സ്റ്റിൽ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ഒരിക്കലും 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ആർക്കും പഠിച്ചു കഴിയാൻ പറ്റത്തില്ല. പലരും, ഞാനും വീണ് പോയിട്ടുണ്ട്. 2017-18 ഞാൻ ട്രെയിനിങ് പഠിക്കാൻ പോയപ്പോഴത്തേക്ക് കാണുന്നത് എന്താണ്, 3 മാസം കൊണ്ട് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകാന്നുള്ളത്. ഈ ആഡ് കണ്ടോണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ, കുഴപ്പമില്ല, ഒരു ഫ്യൂ ലാക്സ് നമ്മൾ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാം, സ്പെയർ ആയാലും കുഴപ്പമില്ല, 3 മാസം കഴിയുമ്പോൾ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു ചിന്തയിൽ വരുന്നവരുണ്ട്. ഞാനും അങ്ങനെ പോയതാണ്. പക്ഷേ ലാസ്റ്റ് എന്താ സംഭവിച്ചാൽ 3 മാസം കഴിയുമ്പോൾ എങ്ങും എത്തിയിട്ടില്ല. കുറേ കാര്യം ബുക്കിഷായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നു. അത് നമുക്കൊരു ബുക്ക് ഉണ്ടെങ്കിലും പഠിക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമ്മളൊരു സൈക്കോളജിക്ക് നമ്മൾ ബ്രേക്ക് ഡൗൺ ആവും. ലോസസ് വരുന്നു, ട്രൈ ചെയ്യുന്നു, ലോസസ് വരുന്നു. അവിടെ നമ്മുടെ കൂടെ നിന്ന് ഒരാൾ പറയാണ് കുഴപ്പമില്ല, ഇതിൻ്റെ ഭാഗം മാത്രമാണ്, ഇന്ന തെറ്റാണ് ചെയ്തിട്ടുള്ളത്, നമുക്ക് അടുത്തവണ അതൊന്ന് ശരിയാക്കാം. ഇത്തരം മാത്രമാണ് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്തു. ബാക്കി എല്ലാവരും ചെയ്യുന്നത് മൈറ്റ് ബി ഇതായിരിക്കാം, കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടിൻ്റേത് പ്രശ്നമുണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പഠിച്ച പല സ്ഥലത്തും എല്ലാ ഇഷ്യൂസും ഞാൻ സോർട്ട് ഔട്ട് ചെയ്തെടുത്തു. അത് ഞാനിവിടെ ക്ലിയർ ചെയ്തു. ലിറ്ററലി ഞാനൊരു അക്കാഡമിയിൽ പഠിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം സെൽഫ് ഡൗട്ടായി, എനിക്കിത് പറ്റുമോ എന്നുള്ളത്. കാരണം കയ്യിലുള്ളത് മുഴുവൻ പോയി, കോഴ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പേയ്മെൻറ്റ് ചെയ്തു, കയ്യിലുള്ളത് മുഴുവൻ പോയി, ട്രേഡ് ചെയ്ത്. അപ്പം അത് പഠിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസാണ്, അവർ തരുന്നൊരു കോൺഫിഡൻസാണ്, നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇനി ട്രേഡ് ചെയ്യാമെന്നുള്ളത്. കയ്യിലുള്ള പൈസ മുഴുവൻ കൊണ്ടിട്ടു, ട്രേഡ് ചെയ്തു, ലോസായി. 10-15 ലക്ഷം രൂപ വാഷ് ഔട്ട് ആവുന്ന സിറ്റുവേഷനൊക്കെ വന്നു. ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ലിറ്ററലി ഞാൻ കരഞ്ഞു വന്ന്. അതുമാത്രമല്ല, അന്നൊരു ഡൗട്ട് തിരിച്ച് ആ മെൻറ്റേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാനായിട്ട് ഒരാഴ്ചയൊക്കെ എടുക്കുകയാണ്. അപ്പം നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുവാണ്. ആ ടൈമിൽ നമുക്ക് റിപ്ലൈ ഇട്ട് സപ്പോർട്ട് ഇടുന്നില്ല. അന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചാണ്, അന്നൊന്നും നമ്മുടെ അക്കാഡമിയുടെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല, പക്ഷെ അന്ന് ഞാൻ ഒരു കാര്യം ആലോചിച്ചാണ്, ആരെങ്കിലും എൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ചോദിച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ ഒരിക്കലും ഈ അവസ്ഥ അവർക്ക് ഉണ്ടാക്കിക്കത്തില്ല എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. ലിറ്ററലി പിന്നെ വേറെ സിറ്റുവേഷൻസ് ഉണ്ടായി, കരേണ്ട സിറ്റുവേഷൻ വരെ വന്നു. കാരണം സെൽഫ് ഡൗട്ടായി, ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ലേ, എനിക്കിതിന് കഴിവില്ല എന്ന് വരെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഓരോ പാഠങ്ങളായിരുന്നു. ബട്ട് അക്ഷയ് നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയായിരുന്നു ക്ലൈമാക്സിൽ ഇതാകും എന്നുള്ളത്. പിന്നെ ഇതൊക്കെ നോർമലാണെന്ന് മാത്രം ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ഒരു ജേണിയിലൂടെ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്തും ഉള്ളിൽ ആ ഒരു ഹോപ്പ് എന്നുള്ളത് ഉണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു, എന്തോ ഒരു മൈൻഡ് വോയിസ് പോലെ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ നോർമലാണ്, ഇത് നടന്നു പൊക്കോണ്ടേ ഇരിക്കുമെന്നുള്ളത്, ലാസ്റ്റ് ഇവിടെ എത്തിച്ചേരുമെന്നുള്ളത്. ബട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നോ ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഫ്ലറിഷ് ആകുമെന്നോ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. സംഭവം ഞാനൊരു മെൻഡർ ആയതാണ്. ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് റീബൂട്ട് റൺ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ബ്രോയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ. ഇപ്പോൾ ഫാസ്റ്റ് റീബൂട്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ എന്നുള്ള രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പല മന്തും നമ്മൾ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എന്നുള്ള രീതിയിലൂടെ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പോകുന്ന സമയത്തും ബ്രോയുടെ ഉള്ളിൽ ആ ഒരു ഇൻറ്റ്യൂഷൻ ഒരു സംഭവം പറയുന്നുണ്ടാവില്ല, ഇതൊരു സ്റ്റേജാണ്, ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻറ്റ്യൂഷൻ, ആ ഒരു വോയിസ് എന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്നും അങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ടോക്കാണ്, വോയിസ് ആണ് എന്നുള്ളത് ഇപ്പോൾ ബ്രോയുടെ ഈ ഒരു എക്സ്പീരിയൻസ് കൂടി കേട്ട സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അക്ഷയ്ക്ക് അറിയാം, അക്ഷയുടെ ഒരു 5 വർഷം കഴിയുമ്പോൾ അക്ഷയ്ക്ക് എന്തായിട്ടുണ്ട് ഒരു ഡ്രീം ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതല്ലേ. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ വരുന്ന പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ?
ഒരിക്കലും ഇല്ല, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്താ ഇത് ഹാൻഡിൽ ചെയ്തേ പറ്റത്തുള്ളൂ, ഇതിനെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. മജോറിറ്റി ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്കിപ്പാകാൻ നോക്കും. ഇത്തവണത്തേക്കെങ്കിലും സ്കിപ്പാക്കുക, അടുത്തവണ ഞാൻ ഫേസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ബിസിനസ് ലൈക്ക് ഓൺട്രപ്രന്യേഴ്സാണ്, എസ്പെഷ്യൽ ട്രേഡേഴ്സ്. ലൈക്ക് ഞാനൊരു ട്രേഡറായി കഴിഞ്ഞിട്ടാണ് ഞാനൊരു ബിസിനസ്മാൻ ആയത്. കാരണം അതിൽ നിന്ന് കുറേ പാഠങ്ങൾ കിട്ടി. ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് തോൽവിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. തോറ്റോട്ടെ കുഴപ്പമില്ല, തിരിച്ച് കയറി വരാൻ പറ്റുമെന്നുള്ളത്. സോ അതിൻ്റെ ലാസ്റ്റുള്ള ഒരു ഫ്യൂവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് ആയിരുന്നു, ഇത് ചെയ്യാമെന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ആർക്കും അച്ചീവ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിപ്രഷൻ, ആങ്സൈറ്റി, ലോൺലിനെസ്, കൂടെ ഉള്ളവരെല്ലാവരും ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും നമ്മളെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. നിനക്ക് നിർത്തിക്കൂടെ, ഇത്രയും കാലമായില്ലേ, ഇപ്പോഴെങ്കിലും നിർത്തിക്കൂടെ എന്നുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. വീട്ടുകാർ വരെ ചോദിക്കാൻ തുടങ്ങി, ആരും സപ്പോർട്ടില്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. എന്നിട്ട് നമ്മുടെ ഡ്രീം അത്ര സ്ട്രോങ് ആയതുകൊണ്ട് മാത്രം ഇവിടെ എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റും.